എല്ലാ വിദ്യാർത്ഥികൾക്കും സ്വാഗതം. +2 ബോട്ടണിയിലെ സെക്ഷുവൽ റീപ്രൊഡക്ഷൻ ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ് എന്ന ചാപ്റ്ററിന്റെ അവസാന ഭാഗമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഈ ഒരു ചാപ്റ്ററിന്റെ ആദ്യ ഭാഗങ്ങൾ കാണാത്തവർക്കായി അതിന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് എംബ്രിയോ, അതായത് ഡെവലപ്മെന്റൽ സ്റ്റേജസ് ഓഫ് ഡൈക്കോട്ട് ആൻഡ് മോണോകോട്ട് എംബ്രിയോ. ഈ ഒരു ടോപ്പിക്കാണ് നമ്മൾ ആദ്യം പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെയാണ് എംബ്രിയോ ഡെവലപ്മെന്റ് നടക്കുന്നത് എന്ന് നോക്കാം. ഇതിനായിട്ട് ആദ്യം പറയുന്നത് ഡൈക്കോട്ട് എംബ്രിയോയുടെ ഡെവലപ്മെന്റ് ആണ്. ഡൈക്കോട്ട് എംബ്രിയോ ഡെവലപ്പ് ചെയ്യുന്നത് 4 സീക്വൻഷ്യൽ സ്റ്റേജസിലൂടെയാണ്. അതായത് ഫസ്റ്റ് സ്റ്റേജ് ഈസ് പ്രോ എംബ്രിയോ, സെക്കൻഡ് സ്റ്റേജ് ഈസ് ഗ്ലോബുലാർ സ്റ്റേജ്, ദെൻ നെക്സ്റ്റ് വൺ ഈസ് ഹാർട്ട് ഷേപ്പ് സ്റ്റേജ് ആൻഡ് ലാസ്റ്റ് വൺ ഈസ് മെച്യൂർഡ് എംബ്രിയോ സ്റ്റേജ്. ഇങ്ങനെ 4 സീക്വൻഷ്യൽ സ്റ്റേജസിലൂടെയാണ് ഡൈക്കോട്ട് എംബ്രിയോയുടെ ഡെവലപ്മെന്റ് നടക്കുന്നത്. ഒരിക്കൽ കൂടി പറയാം, നമ്മളിപ്പോൾ പറയുന്നത് ഡൈക്കോട്ട് എംബ്രിയോയുടെ ഡെവലപ്മെന്റ് ആണ്. ഡൈക്കോട്ട് എംബ്രിയോ ഡെവലപ്പ് ചെയ്യുന്നത് 4 സീക്വൻഷ്യൽ സ്റ്റേജസിലൂടെയാണ്. ഏതൊക്കെയാണ് ആ 4 സീക്വൻഷ്യൽ സ്റ്റേജസ് എന്ന് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് പ്രോ എംബ്രിയോ സ്റ്റേജ്, then second one is globular stage, and third one is heart shaped stage, and last one is mature embryo stage. ഇങ്ങനെ 4 സീക്വൻഷ്യൽ സ്റ്റേജസിലൂടെയാണ് എംബ്രിയോ ഡെവലപ്മെന്റ് ഡൈക്കോട്ട്സിൽ നടക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഡൈക്കോട്ട് എംബ്രിയോയുടെ ഡെവലപ്മെന്റ് എങ്ങനെയാണെന്ന് നോക്കാം. ഇവിടെ കാണിച്ചിട്ടുള്ളത് ഒരു സൈഗോട്ടാണ്. ഈ സൈഗോട്ടില് മൈറ്റോട്ടിക് ഡിവിഷൻ നടക്കുന്നു. സൈഗോട്ടില് മൈറ്റോട്ടിക് ഡിവിഷൻ നടന്നിട്ട് 2 സെൽസ് ഫോം ചെയ്യുന്നു. ഒരു സെല്ലിനെ നമുക്ക് ടെർമിനൽ സെൽ എന്നും മറ്റൊരു സെല്ലിനെ ബേസൽ സെൽ എന്നും പറയാം. ഒരിക്കൽ കൂടി പറയാം, സൈഗോട്ടില് മൈറ്റോസിസ് നടന്നു, 2 സെൽ ഫോം ചെയ്തു. ഇത് ടെർമിനൽ സെല്ലാണ്, താഴെയുള്ളത് ബേസൽ സെല്ലാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ടെർമിനൽ സെൽ എപ്പോഴും കാണുന്നത് ചെലാസെൽ റീജിയനിലായിരിക്കും. ടെർമിനൽ സെല്ല് എപ്പോഴും കാണുന്നത് ചെലാസെൽ റീജിയനിലായിരിക്കും. ബേസൽ സെല്ല് കാണുന്നത് മൈക്രോപൈൽ എൻഡിലായിരിക്കും. അപ്പോൾ ഇവിടെ ഫോം ചെയ്തിട്ടുള്ള 2 സെല്ലാണ്. ഒരു സെല്ല് ടെർമിനൽ സെല്ല്, അത് കാണുന്നത് ചെലാസെൽ റീജിയനിലാണ്. ദെൻ ബേസൽ സെല്ല് കാണുന്നത് മൈക്രോപൈൽ റീജിയനിലാണ്. ഇനി നമുക്ക് ബേസൽ സെല്ലിന്റെ ഡിവിഷൻ എങ്ങനെയാണെന്ന് നോക്കാം. ബേസൽ സെൽ അണ്ടർഗോ ട്രാൻസ്വേഴ്സ് ഡിവിഷൻ. ബേസൽ സെൽ അണ്ടർഗോ ട്രാൻസ്വേഴ്സ് ഡിവിഷൻ. ട്രാൻസ്വേഴ്സ് ഡിവിഷൻ നടന്നിട്ട് ഈ കാണിച്ചിട്ടുള്ള ഈ ഒരു ഭാഗം ശ്രദ്ധിക്കുക, ഇത്രയും സെൽസ് ഇവിടെ ഫോം ചെയ്യുന്നുണ്ട്. ഓക്കെ, ഈ ഒരു ഭാഗത്തിനെ ഒരുമിച്ച് സസ്പെൻസർ എന്ന് പറയാം. സസ്പെൻസർ എന്ന് പറയാം. ഇതിൽ തന്നെ ഈ സസ്പെൻസറില് ഏറ്റവും ലാസ്റ്റ് സെല്ല് കുറച്ച് വലുതായിരിക്കും. ആ ഒരു സെല്ലിനെ ഹോസ്റ്റോറിയൽ സെൽ എന്ന് പറയാം. ഒരിക്കൽ കൂടി പറയാം, ഈ ഒരു ഒരുമിച്ച് ട്രാൻസ്വേഴ്സ് ഡിവിഷൻ, ബേസൽ സെല്ലില് ട്രാൻസ്വേഴ്സ് ഡിവിഷൻ നടന്നു, ഇവിടെ കുറച്ച് സെൽസ് ഫോം ചെയ്തു. ഇതിനെ ഒരുമിച്ച് സസ്പെൻസർ എന്ന് പറയാം. സസ്പെൻസറിൽ ഏറ്റവും ലാസ്റ്റ് കാണുന്ന ഈ ഒരു വലിയ സെല്ലിനെ ഹോസ്റ്റോറിയൽ സെൽസ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ബേസൽ സെല്ലിന്റെ ഡിവിഷനിൽ വരുന്നത്. ഇനി നമുക്ക് ടെർമിനൽ സെല്ലിന്റെ ഫേറ്റ് എന്താണെന്ന് നോക്കാം. എന്താണ് ടെർമിനൽ സെല്ലിന് സംഭവിക്കുന്നത് എന്ന് നോക്കാം. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ടെർമിനൽ സെല്ലാണ് എംബ്രിയോ ആയിട്ട് മാറുന്നത്. ടെർമിനൽ സെൽ അണ്ടർഗോ ഡിവിഷൻ ടു ഫോം എ ക്വാഡ്രന്റ് സ്ട്രക്ചർ കോൾഡ് ആസ് പ്രോ എംബ്രിയോ. അതായത് ടെർമിനൽ സെല്ലിന് എന്ത് നടക്കുന്നു? ഡിവിഷൻ നടക്കുന്നു. ആദ്യം 2 സെല്ല് ഫോം ചെയ്യും, പിന്നീട് അത് 4 സെല്ലായിട്ട് മാറും. ഇങ്ങനെയുള്ള ഈ 4 സെല്ലായി നിൽക്കുന്ന ഈ ഒരു ഭാഗമാണ് പിന്നീട് എന്തായിട്ട് മാറുന്നത്? എംബ്രിയോ ആയിട്ട് മാറുന്നത്. ഈ സ്റ്റോക്ക് ലൈക്ക് സ്ട്രക്ചറിന് നമ്മൾ സസ്പെൻസർ എന്ന് പറഞ്ഞു. ഇതിന്റെ ലാസ്റ്റ് ഉള്ള ഈ ഒരു സെല്ലിനെ ഹോസ്റ്റോറിയൽ സെൽ എന്നും പറഞ്ഞു. അപ്പോൾ ടെർമിനൽ സെല്ല് ഇവിടെ കാണിച്ചിട്ടുള്ള ഈ ഒരു ടെർമിനൽ സെല്ല് ഡിവൈഡ് ചെയ്തിട്ടാണ് ഈ ഒരു ക്വാഡ്രന്റ് സ്ട്രക്ചർ ഫോം ചെയ്തിട്ടുള്ളത്. ഈ ക്വാഡ്രന്റ് സ്ട്രക്ചറിനെ പറയുന്ന പേരാണ് ക്വാഡ്രന്റ് പ്രോ എംബ്രിയോ. ദെൻ ഈ ഒരു ക്വാഡ്രന്റ് പ്രോ എംബ്രിയോയില് വീണ്ടും മൈറ്റോട്ടിക് ഡിവിഷൻ നടക്കുകയാണ്. ഓക്കെ, ഇവിടെ 4 സെല്ല് ഉണ്ടായിരുന്നു, പിന്നീട് അത് വീണ്ടും മൈറ്റോട്ടിക് ഡിവിഷൻസ് നടന്നിട്ട് 8 സെൽസ് ഇവിടെ ഫോം ചെയ്തു. 8 സെൽസ് ഇവിടെ ഫോം ചെയ്തു. ഈ ഒരു സ്ട്രക്ചറിനെ അപ്പൊ പറയുന്നത് ഒക്ടന്റ് സ്റ്റേജ് പ്രോ എംബ്രിയോ എന്നാണ്. ഓക്കെ, 8 സെല്ല് ഉള്ളത് കൊണ്ടാണ് ഒക്ടന്റ് എന്ന് പറഞ്ഞത്. ഒക്ടന്റ് സ്റ്റേജ് പ്രോ എംബ്രിയോ.
അപ്പോൾ ഈ ഒരു ഭാഗമാണ് പിന്നീട് എംബ്രിയോ ആയിട്ട് മാറുന്നത്. ഈ സ്റ്റോക്ക് ലൈക്ക് സ്ട്രക്ചറിന് നമ്മൾ എന്ത് പറഞ്ഞു? നേരത്തെ ഇവിടെ നമ്മൾ സസ്പെൻസർ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഒരു പ്രോ എംബ്രിയോ കഴിഞ്ഞ് ഏറ്റവും ആദ്യം വരുന്ന, അതായത് സസ്പെൻസറിന്റെ ഏറ്റവും ആദ്യത്തെ സെല്ല് കുറച്ചുകൂടി വലിയ സെല്ലായിരിക്കും. അതിനെ പറയുന്ന പേരാണ് ഹൈപ്പോഫൈസിസ്. ഒരിക്കൽ കൂടി പറയാം. ഈ ഒരു ഒക്ടൻ സ്റ്റേജ് പ്രോ എംബ്രിയോയില് അത് കഴിഞ്ഞ് ഈ ഒരു സസ്പെൻസറിലെ ഏറ്റവും ആദ്യത്തെ സെല്ല് കുറച്ച് വലിയ സെല്ലായിരിക്കും. അതിനെ പറയുന്ന പേരാണ് ഹൈപ്പോഫൈസിസ്. ഇവിടെ അപ്പോൾ ഒക്ടൻ സ്റ്റേജ് പ്രോ എംബ്രിയോ ഫോം ചെയ്ത് കഴിഞ്ഞു. ഇനി ഇവിടെ ഡിവിഷൻ നിൽക്കുന്നില്ല. ഈ ഒരു ഭാഗത്തൊക്കെ വീണ്ടും സെൽ ഡിവിഷൻസ് നടക്കുന്നുണ്ട്. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ഒരിക്കൽ കൂടി പറയാം. ആദ്യം സൈഗോട്ട് ഫോം ചെയ്യുന്നു. സൈഗോട്ട് 2 സെല്ലായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. മുകളിലുള്ള സെല്ലിനെ ടെർമിനൽ സെൽ എന്ന് പറയും, താഴെയുള്ള സെല്ലിനെ ബേസൽ സെൽ എന്ന് പറയും. ഓക്കെ, ഈ 2 സെൽസിലും പിന്നീട് ഡിവിഷൻസ് നടക്കുന്നുണ്ട്. ആദ്യം നമുക്ക് ബേസൽ സെല്ലിൽ ഡിവിഷൻ നടക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ബേസൽ സെല്ലിൽ ട്രാൻസ്വേഴ്സ് ഡിവിഷൻ നടക്കുന്നു. എന്നിട്ട് എന്ത് ഫോം ചെയ്യും? ഒരു സ്റ്റോക്ക് ലൈക്ക് സ്ട്രക്ചർ ഫോം ചെയ്യും. സ്റ്റോക്ക് ലൈക്ക് സ്ട്രക്ചർ ഫോം ചെയ്യും. ആ സ്ട്രക്ചറിനെ പറയുന്ന പേരാണ് സസ്പെൻസർ. ഈ ഒരു സസ്പെൻസറിൽ ലാസ്റ്റ് കാണുന്ന ഈ ഒരു വലിയ സെല്ലിനെ ഹോസ്റ്റോറിയൽ സെൽ എന്ന് പറയാം. ദെൻ ഇനി നമുക്ക് ടെർമിനൽ സെല്ലിന്റെ കാര്യം ഒന്ന് നോക്കാം. ടെർമിനൽ സെല്ല് ഡിവൈഡ് ചെയ്തിട്ട് ആദ്യം 2 സെല്ല് ഫോം ചെയ്യും. പിന്നീട് അത് 4 സെല്ലായിട്ട് മാറും. ആ ഒരു സ്ട്രക്ചറിനെ ക്വാഡ്രന്റ് പ്രോ എംബ്രിയോ എന്ന് പറയും. ഓക്കെ, ഈ ഒരു ക്വാഡ്രന്റ് പ്രോ എംബ്രിയോ വീണ്ടും ഡിവൈഡ് ചെയ്യാണ്. അങ്ങനെ ഡിവൈഡ് ചെയ്ത് 8 സെൽസ് ഫോം ചെയ്യും. അതിനെ ഒക്ടൻ സ്റ്റേജ് പ്രോ എംബ്രിയോ എന്ന് പറയും. അപ്പോൾ ഒക്ടൻ സ്റ്റേജ് പ്രോ എംബ്രിയോ അതിൽ 8 സെൽസ് ഉണ്ട്. ദെൻ താഴെ ഇവിടെയുള്ള സസ്പെൻസറിൽ ഏറ്റവും ആദ്യം കാണുന്ന സെല്ല്, അതായത് ഈ ഒരു പ്രോ എംബ്രിയോട് ചേർന്ന് കാണുന്ന ആദ്യത്തെ സെല്ല് കുറച്ച് വലുതായിട്ട് മാറും. അപ്പോൾ അതിനെ ഹൈപ്പോഫൈസിസ് എന്ന് പറയും. ഓക്കെ, ഇനി എന്താണ് സംഭവിക്കുന്നത് നോക്കാം. ഇവിടെ ഈ ഒരു സെൽ ഡിവിഷൻ തീരുന്നില്ല, ഇത് വീണ്ടും ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അത് നമുക്കൊന്ന് നോക്കാം. നമ്മൾ ആദ്യം പറഞ്ഞിരുന്നു ഡൈക്കോട്ട് എംബ്രിയോന്റെ ഡെവലപ്മെന്റിൽ 4 സ്റ്റേജസ് ഉണ്ട് എന്ന് പറഞ്ഞിരുന്നു. അതിൽ ഫസ്റ്റ് സ്റ്റേജ് പ്രോ എംബ്രിയോ എന്ന് പറയുന്ന സ്റ്റേജ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി എന്താ നോക്കാം. പ്രോ എംബ്രിയോ എന്ന് പറയുന്ന സ്റ്റേജ് കഴിഞ്ഞാൽ ഈ ഒരു സ്റ്റേജ് ആണല്ലോ പ്രോ എംബ്രിയോ എന്ന് പറയുന്ന സ്റ്റേജ്. ഈ ഒരു സ്റ്റേജിൽ ഡിവിഷൻസ് നടക്കുകയാണ്, സെൽ ഡിവിഷൻസ് നടക്കുകയാണ്. ഏത് സെൽ ഡിവിഷനാണെന്ന് നോക്കാം. പെരിക്ലൈനൽ ഡിവിഷൻ ആണ്. ഓക്കെ, പെരിക്ലൈനൽ ഡിവിഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെൽസ് കുറച്ച് ഔട്ടർമോസ്റ്റ് ലെയറിലേക്കും ഫോം ചെയ്യും, കുറച്ച് സെൽസ് ഇന്നർമോസ്റ്റ് ലെയറിലേക്കും ഫോം ചെയ്യും. അത്തരം സെൽ ഡിവിഷനെയാണ് പെരിക്ലൈനൽ സെൽ ഡിവിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു പ്രോ എംബ്രിയോ എന്ന് പറയുന്ന സ്റ്റേജിൽ പെരിക്ലൈനൽ ഡിവിഷൻ നടന്നിട്ട് ഇവിടെ ഡിവിഷൻ നടന്നു. കുറച്ച് സെൽസ് ഔട്ടർമോസ്റ്റ് ലെയറിലേക്കും ഫോം ചെയ്തു, കുറച്ച് സെൽസ് ഇന്നർമോസ്റ്റ് ലെയറിലും കുറച്ച് സെൽസ് ഫോം ചെയ്തു. ഡൈക്കോട്ട് എംബ്രിയോന്റെ ഡെവലപ്മെന്റിന്റെ 2ാമത്തെ സ്റ്റേജ് ആണ് എന്ത്? ഗ്ലോബുലാർ സ്റ്റേജ്. അപ്പോൾ ഗ്ലോബുലാർ സ്റ്റേജിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നടന്നത്? പെരിക്ലൈനൽ ഡിവിഷൻ നടന്നിട്ട് പുറമേയുള്ള ലെയേഴ്സ്, അതിന് പിന്നെ ഡെവലപ്മെന്റ്സ് നടന്നിട്ട് എപ്പിഡെർമിസ് ഫോം ചെയ്യും. ഓക്കെ, ദെൻ ഇതിലുള്ള പകുതിയിൽ നിന്നും മുകളിലേക്ക് വരുന്ന ഭാഗത്ത് നിന്നും പ്ലിമ്യൂളും കോട്ടിലിഡൻസും ഫോം ചെയ്യും. പകുതിയിൽ നിന്നും താഴേക്ക് വരുന്ന ഇത്രയും ഭാഗത്ത് നിന്ന് ഹൈപ്പോകോട്ടൈലും ഫോം ചെയ്യും. ഓക്കെ, ദെൻ ഇനിയുള്ളത് ഈ ഒരു സ്റ്റോക്ക് ലൈക്ക് സ്ട്രക്ചർ ആണ്. അതിൽ ഒരുമിച്ച് നമ്മൾ എന്ത് പറഞ്ഞു? സസ്പെൻസർ എന്ന് പറഞ്ഞു. സസ്പെൻസറിന്റെ ആദ്യ ഭാഗം, അതായത് എംബ്രിയോനോട് ചേർന്ന് കാണുന്ന ആദ്യ ഭാഗത്തുള്ള ഇത്രയും സെൽസ് ഉണ്ട്. ഇവിടെ കുറച്ച് ഭാഗം ഉണ്ടായിരുന്ന ഒരു വലിയ സെല്ലായിരുന്നു, അതിന് ഹൈപ്പോഫൈസിസ് എന്ന് പറഞ്ഞു. ഹൈപ്പോഫൈസിസിന് വീണ്ടും ഡിവിഷൻസ് നടന്ന് ഇവിടെ ഒരുപാട് സെൽസ് ഫോം ചെയ്തു. ഓക്കെ, അതിലുള്ള ആദ്യത്തെ കുറച്ച് സെൽസിനെ എംബ്രിയോനോട്, ഇതാണ് എംബ്രിയോനോട് ചേർന്ന് കാണുന്ന ആദ്യത്തെ കുറച്ച് സെൽസിനെ അതിൽ നിന്നും എന്ത് ഡെവലപ്പ് ചെയ്തു? റൂട്ട് കോർട്ടെക്സ് ഡെവലപ്പ് ചെയ്തു. ദെൻ ഇവിടെ നിന്നും താഴേക്കുള്ള ഇത്രയും സെൽസിൽ നിന്നും റൂട്ട് ക്യാപ്പും റൂട്ട് ടിപ്പും ഡെവലപ്പ് ചെയ്തു. ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. സസ്പെൻസറിന്റെ റോൾ എന്താണെന്ന് ചോദിക്കാറുണ്ട്. ഈ ഒരു സ്റ്റോക്ക് ലൈക്ക് സ്ട്രക്ചർ ആണ് സസ്പെൻസർ. അതിന്റെ റോൾ ഇമ്പോർട്ടൻ്റ് ആണ്. റോൾ എന്താണെന്ന് നോക്കാം. ഇറ്റ് പുഷ് ദി എംബ്രിയോ ഇൻ ടു ദ എൻഡോസ്പേം ടിഷ്യൂ ടു ഗെറ്റ് ന്യൂട്രീഷൻ. കാരണം അവിടെ നിന്നാണ്, എൻഡോസ്പേം ടിഷ്യൂവിൽ നിന്നാണ് എംബ്രിയോയ്ക്ക് ആവശ്യമായിട്ടുള്ള ന്യൂട്രീഷൻസ് ലഭിക്കുന്നത്.
ദെൻ ഇത്രയും കാര്യങ്ങൾ കഴിഞ്ഞാൽ ഈ ഒരു സ്റ്റേജ് ഇവിടെ ഫിനിഷായി, അതായത് ഗ്ലോബുലാർ സ്റ്റേജ് കഴിഞ്ഞു. ഈ ഒരു ഗ്ലോബുലാർ സ്റ്റേജ് എന്തായിട്ട് മാറും? ഒരു ഹാർട്ട് ഷേപ്പ്ഡ് സ്ട്രക്ചർ ആയിട്ട് മാറും. ഹാർട്ട് ഷേപ്പ്ഡ് സ്റ്റേജ് എന്നാണ് ഇതിനെ പറയുന്നത്. അപ്പോൾ ഇവിടെ ഈ രണ്ട് ഭാഗങ്ങൾ, ഈ ഒരു ഹാർട്ട് ഷേപ്ഡ് സ്ട്രക്ചറിൽ ഈ പോർഷൻ ഒരു കോട്ടിലിഡൻ ആയിട്ട് കൺവേർട്ട് ചെയ്യും, ഇത് മറ്റൊരു കോട്ടിലിഡൻ ആയിട്ട് മാറും. ഇവിടെ ആയിട്ട് പ്ലൂമ്യൂള് ഡെവലപ്പ് ചെയ്യും. ദെൻ ഇവിടെ ഹൈപ്പോകോട്ടൈൽ എന്ന് പറയുന്ന ഭാഗമുണ്ട്. ദെൻ താഴെയായിട്ട് റാഡിക്കള് ഫോം ചെയ്യും. ഇനി ശ്രദ്ധിക്കുക, ഈ ഒരു പോർഷൻ, അതായത് ഇതൊരു കോട്ടിലിഡൻ ആണ്. അപ്പൊ ഇത് പതുക്കെ ഇങ്ങോട്ട് ബെൻഡ് ചെയ്യാൻ തുടങ്ങും, പതുക്കെ ഇങ്ങോട്ടേക്ക് ബെൻഡ് ചെയ്യാൻ തുടങ്ങും. ഓക്കെ, ഇതേ സമയത്ത് തന്നെ ഈ ഒരു കോട്ടിലിഡനും ഇതേ സൈഡിലേക്ക് ബെൻഡ് ചെയ്യാൻ തുടങ്ങും. അതായത് ഇങ്ങനെ പതുക്കെ ഇങ്ങോട്ട് വന്ന് ഇങ്ങോട്ടേക്ക് ബെൻഡ് ചെയ്യാൻ തുടങ്ങും. ഓക്കെ, ഇങ്ങനെ ബെൻഡ് ചെയ്തിട്ട് മറ്റൊരു സ്ട്രക്ചർ ഫോം ചെയ്യും. അതായത് ഈ രണ്ട് കോട്ടിലിഡൻസും ഈ സൈഡിലേക്ക് ബെൻഡ് ചെയ്യാൻ തുടങ്ങും. എന്നിട്ട് വേറൊരു സ്ട്രക്ചർ ഫോം ചെയ്യുന്നുണ്ട്. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ പറഞ്ഞു ഹാർട്ട് ഷേപ്പ്ഡ് സ്ട്രക്ചർ ഉണ്ടായിരുന്നു. ആ ഒരു ഹാർട്ട് ഷേപ്ഡ് സ്ട്രക്ചറിൽ കോട്ടിലിഡൻസ് സൈഡിലേക്കായിട്ട് ബെൻഡ് ചെയ്തു, അല്ലേ? അതാണ് ഈ കാണിച്ചിട്ടുള്ളത്. കോട്ടിലിഡൻസ്, ഇത് ഒരു കോട്ടിലിഡൻ ആണ്, ഇത് മറ്റൊരു കോട്ടിലിഡൻ ആണ്. അപ്പൊ രണ്ട് കോട്ടിലിഡൻസും രണ്ടും സൈഡിലേക്കായിട്ട് ബെൻഡ് ചെയ്തു. ദെൻ ഈ കാണിച്ചിട്ടുള്ളതാണ് പ്ലൂമ്യൂൾ. ഓക്കെ, പ്ലൂമ്യൂൾ ആണ് കാണിച്ചിട്ടുള്ളത്. ഈ ഒരു ഭാഗത്തെ ഹൈപ്പോകോട്ടൈൽ എന്ന് പറയും. ദിസ് ഇസ് എപ്പികോട്ടൈൽ. ദെൻ ഈ ഒരു ഭാഗത്തിന് റാഡിക്കൽ എന്ന് പറയും. ഈ റാഡിക്കലിന്റെ അറ്റത്തായിട്ട് എന്തുണ്ട്? റൂട്ട് ക്യാപ്പ് ഉണ്ട്. ഈ ഒരു പോർഷന് റൂട്ട് ക്യാപ്പ് എന്ന് പറയും. ദെൻ ഈ ഒരു ഷേപ്പിന് പറയുന്ന പേരാണ് ഷൂ ഷേപ്പ്ഡ് സ്ട്രക്ചർ ഓർ ടോർപിഡോ സ്ട്രക്ചർ എന്നും ഈ ഒരു സ്ട്രക്ചറിനെ പറയാറുണ്ട്. ഷൂ ഷേപ്പ്ഡ് സ്ട്രക്ചർ എന്നോ അല്ലെങ്കിൽ ടോർപിഡോ സ്ട്രക്ചർ എന്നോ ഇതിനെ പറയാറുണ്ട്. അപ്പോൾ ഇതിനെ നമുക്ക് ജസ്റ്റ് ഒന്ന് മാറ്റി വരയ്ക്കാം. അതായത് സാധാരണ നമ്മൾ കടല അല്ലെങ്കിൽ കപ്പലണ്ടിയൊക്കെ വാങ്ങുന്ന സമയത്ത് അതിൻ്റെ നടുക്കായിട്ട് ഒരു ചെറിയ ഒരു സ്റ്റോക്ക് ലൈക്ക് സ്ട്രക്ചർ കാണും, അല്ലേ? ആ ഒരു ഭാഗമാണ് പിന്നീട് എംബ്രിയോ ആയിട്ട് മാറുന്നത്. അപ്പോൾ ഇവിടെ ഈ ഒരു പോർഷൻ, അപ്പോൾ ഇത് ഡെവലപ്പ് ചെയ്ത് വരുമ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം. ഈ ഒരു സെന്ററിൽ കാണുന്ന ഈ ഒരു ഭാഗം, അതിനെ നമുക്ക് എന്ത് പറയാം? എംബ്രിയോണൽ ആക്സിസ് എന്ന് പറയാം. ഓക്കെ, ഒരിക്കൽ കൂടി പറയാം. നമ്മൾ കടലയൊക്കെ വാങ്ങില്ലേ, കപ്പലണ്ടി, അതൊന്ന് തുറന്നു നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ സെന്ററിലായിട്ട് ഒരു ചെറിയ ഒരു സ്റ്റോക്ക് ലൈക്ക് സ്ട്രക്ചർ കാണും. ഓക്കെ, ആ ഒരു സ്റ്റോക്ക് ലൈക്ക് സ്ട്രക്ചർ ആണ് പിന്നീട് എംബ്രിയോ ആയിട്ട് മാറുന്നത്. അതായത് ഈ മിഡിലിൽ കാണുന്ന ഈ ഒരു ഭാഗം എംബ്രിയോണൽ ആക്സിസ്, അതാണ് പിന്നീട് എംബ്രിയോ ആയിട്ട് മാറുന്നത്. എംബ്രിയോണൽ ആക്സിസിന്റെ ഈ ഒരു മുകൾ ഭാഗത്തിന് പ്ലൂമ്യൂൾ എന്ന് പറയാം. ഓക്കെ, പ്ലൂമ്യൂൾ. ഇതിൽ നിന്നാണ് ഷൂട്ട് സിസ്റ്റം ഫോം ചെയ്യുന്നത്. ഷൂട്ട് സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ചെടിയുടെ മണ്ണിന്റെ മുകളിൽ കാണുന്ന ഭാഗത്തിനെയാണ് ഷൂട്ട് സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, ഒരു ചെടിയുടെ മണ്ണിന്റെ മുകളിലേക്ക് കാണുന്ന ഭാഗത്തിനെയാണ് ഷൂട്ട് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു പ്ലൂമ്യൂളിൽ നിന്നും ഷൂട്ട് സിസ്റ്റം ഫോം ചെയ്യുന്നു. ദെൻ ഈ ഒരു എംബ്രിയോണൽ ആക്സിസിന്റെ താഴെയുള്ള ഈ ഒരു പോർഷന് നമുക്ക് റാഡിക്കിൾ എന്ന് പറയാം. റാഡിക്കിളിൽ നിന്നും റൂട്ട് സിസ്റ്റം ഫോം ചെയ്യുന്നു. അതുപോലെ തന്നെ രണ്ട് കോട്ടിലിഡൻസും തമ്മിൽ മീറ്റ് ചെയ്യുന്ന ഒരു ഭാഗമുണ്ട്. രണ്ട് കോട്ടിലിഡൻസും തമ്മിൽ ജോയിൻ ചെയ്യുന്ന ഒരു പോർഷൻ ഉണ്ട്. അതിന് നമുക്ക് കോട്ടിലിഡനറി നോഡ് എന്ന് പറയാം. കോട്ടിലിഡനറി നോഡ്. ഓക്കെ, ദെൻ ദ റീജിയൻ ബിറ്റ്വീൻ കോട്ടിലിഡനറി നോഡ് ആൻഡ് റാഡിക്കിൾ is called as hypocotyle. ഒരിക്കൽ കൂടി പറയാം. The region between the cotyledonary node and radicle, അതായത് കോട്ടിലിനറി നോഡിന്റെയും അതുപോലെ തന്നെ റാഡിക്കലിന്റെയും ഇടയിൽ കാണുന്ന ഈ ഒരു പോർഷനെ നമുക്ക് എന്ത് പറയാം? ഹൈപ്പോകോട്ടൈൽ എന്ന് പറയാം. അതുപോലെ തന്നെ ഈ ഒരു കോട്ടിലിനറി നോഡിന്റെയും പ്ലൂമ്യൂളിന്റെയും ഇടയിലായിട്ട് കാണുന്ന ഈ ഒരു പോർഷനെ നമുക്ക് എപ്പികോട്ടൈൽ എന്ന് പറയാം. ഇമ്പോർട്ടൻ്റ് ആണ്. ഹൈപ്പോകോട്ടൈലും എപ്പികോട്ടൈലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അത് ഡിഫറൻഷിയേറ്റ് ചെയ്ത് എഴുതാനായിട്ട് ചോദിക്കാറുണ്ട്. ഹൈപ്പോകോട്ടൈൽ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഒരിക്കൽ കൂടി പറയാം. ദറ്റ് ഈസ് ദ റീജിയൻ ബിറ്റ്വീൻ ദ കോട്ടിലിഡനറി നോഡ് ആൻഡ് റാഡിക്കൽ. അതായത് കോട്ടിലിഡൻസ് തമ്മിൽ ജോയിൻ ചെയ്യുന്ന ഈ ഒരു പോർഷനും റാഡിക്കലിന്റെയും ഇടയിലായിട്ട് കാണുന്ന ഈ ഒരു ഭാഗത്തെയാണ് എന്ത് പറയുന്നത്? ഹൈപ്പോകോട്ടൈൽ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ കോട്ടിലിനറി റീജിയണിന്റെയും പ്ലൂമ്യൂളിന്റെയും ഇടയിലായിട്ട് കാണുന്ന ഈ ഒരു പോർഷൻ എന്ത് പറയാം? എപ്പികോട്ടൈൽ എന്ന് പറയാം. അപ്പോൾ ഡൈക്കോട്ട് എംബ്രിയോയുടെ ഡീറ്റെയിൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ
ഇങ്ങനെ ഒരു ഡയഗ്രം ഉണ്ട്. ഈ ഡയഗ്രം ഒന്ന് നോക്കാം. നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇതിൽ കാണിച്ചിട്ടുള്ളത്. അതൊന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് ഈ ഡയഗ്രത്തിന്റെ കുറച്ച് നോട്ട്സ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ ഡൈക്കോട്ട് എംബ്രിയോയുടെ ഡെവലപ്മെന്റൽ സ്റ്റേജസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. 4 സ്റ്റേജസ് ആണുള്ളതെന്ന് പറഞ്ഞിരുന്നു. ഫസ്റ്റ് സ്റ്റേജ് പ്രോ എംബ്രിയോ സ്റ്റേജ്, ദെൻ സെക്കൻഡ് സ്റ്റേജ് ഏതായിരുന്നു? ഗ്ലോബുലാർ സ്റ്റേജ് അല്ലേ. ദെൻ ഹാർട്ട് ഷേപ്പ്ഡ് സ്റ്റേജ്. ഏറ്റവും അവസാനമായിട്ട് നമ്മൾ പറഞ്ഞത് മെച്വർ എംബ്രിയോ സ്റ്റേജ് ആയിരുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ഡൈക്കോട്ട് എംബ്രിയോ ഡെവലപ്മെന്റിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ഇനി നമുക്ക് മോണോകോട്ട് എംബ്രിയോയുടെ ഡെവലപ്മെന്റ് ഒന്ന് നോക്കാം. അപ്പോൾ ഇത്ര ഡീറ്റെയിൽ ആയിട്ടൊന്നും നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലില്ല. പക്ഷേ നിങ്ങൾക്ക് കുറച്ചുകൂടി മനസ്സിലാവണം എന്നുണ്ടെങ്കിൽ ഈ കാര്യങ്ങളെല്ലാം തന്നെ പറഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നുകൂടി ക്ലിയർ ആവുള്ളൂ. അതുകൊണ്ടാണ് ഇത്ര ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. അപ്പോൾ മോണോകോട്ട് ആയിട്ടുള്ള ഒരു എംബ്രിയോയുടെ ഡെവലപ്മെന്റ് ആണ് ഇനി പറയുന്നത്. ആദ്യം എന്ത് ഫോം ചെയ്യുന്നു? സൈഗോട്ട് ഫോം ചെയ്യുന്നു. സൈഗോട്ട് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഏത് കണ്ടീഷനിലായിരിക്കും? 2n എന്ന് പറയുന്ന കണ്ടീഷനിലായിരിക്കും. ദെൻ ഇത് പിന്നീട് ഡിവൈഡ് ചെയ്യാണ്. ഡിവൈഡ് ചെയ്തിട്ട് സൈഗോട്ട് ഡിവൈഡ് ചെയ്തിട്ട്, നേരത്തെ നമ്മൾ പറഞ്ഞത് 2 സെല്ലല്ലേ ഫോം ചെയ്ത്, എന്നാൽ ഇവിടെ മോണോകോട്ട് എംബ്രിയോയുടെ കേസിൽ 3 സെൽസ് ഫോം ചെയ്യും. ഓക്കെ, ഏതൊക്കെയാണ് 3 സെൽസ് എന്ന് നോക്കാം. ഇവിടെ മേലെയുള്ള ഈ ഒരു സെൽസിനെ ടെർമിനൽ സെൽ എന്ന് പറയും. സെൻട്രലായിട്ട് കാണുന്ന ഈ ഒരു സെല്ലിനെ മിഡിൽ സെൽ എന്ന് പറയും. ദെൻ താഴെയുള്ള ഈ ഒരു സെല്ലിനെ ബേസൽ സെൽ എന്ന് പറയും. അപ്പോൾ 3 സെൽസ് ഫോം ചെയ്തിരിക്കുകയാണ്. അവിടെ ഡിവിഷൻ നടന്നു. സൈഗോട്ടിൽ 3 സെൽസ് ഫോം ചെയ്തു. ടെർമിനൽ സെൽ, മിഡിൽ സെൽ, ബേസൽ സെൽ. ഓക്കെ, ടെർമിനൽ സെല്ല് ഫോം ചെയ്തിട്ടുള്ളത് ചെലാസെൽ എൻഡിലാണ് അല്ലെങ്കിൽ ചെലാസെൽ റീജിയനിലാണ്. അതുകൊണ്ടാണ് ഇവിടെ CH എന്ന് എഴുതിയിട്ടുള്ളത്. ബേസൽ സെല്ല് ഫോം ചെയ്തിട്ടുള്ളത് മൈക്രോപൈൽ എൻഡിലാണ്. അതുകൊണ്ടാണ് അവിടെ M എന്ന് എഴുതിയിട്ടുള്ളത്. ദെൻ ഇങ്ങനെ സെൽ ഇവിടെ ഫോം ചെയ്തു 3 സെൽസ്. പിന്നീട് അത് ഈ 3 സെൽസും വീണ്ടും ഡിവൈഡ് ചെയ്യാണ്. ന്യൂട്രീഷൻ അബ്സോർബ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു ബേസൽ സെൽ, ഈ താഴെ കാണിച്ചിട്ടുള്ള ബേസൽ സെല്ലിന്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ന്യൂട്രീഷൻ അബ്സോർബ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, ദെൻ മിഡിൽ സെല്ലിന്റെ ഈ ഒരു ഭാഗം നോക്കുക. മിഡിൽ സെൽസ്, മിഡിൽ സെൽസിൽ നിന്നും ആണ് പ്ലൂമ്യൂൾ, റാഡിക്കിൾ, എപ്പികോട്ടൈൽ, ഹൈപ്പോകോട്ടൈൽ, ദെൻ സസ്പെൻസർ, ഇത്രയും ഭാഗങ്ങൾ ഫോം ചെയ്യുന്നത്. ഒരിക്കൽ കൂടി പറയാം. ബേസൽ സെല്ല് ന്യൂട്രീഷൻ അബ്സോർബ് ചെയ്യുന്നു. ദെൻ മിഡിൽ സെൽസിൽ നിന്ന് കുറച്ച് ഭാഗങ്ങൾ ഫോം ചെയ്യുന്നുണ്ട്. ഏതൊക്കെയാണെന്ന് ഒന്നുകൂടി പറയാം. പ്ലൂമ്യൂൾ, റാഡിക്കിൾ, എപ്പികോട്ടൈൽ, ഹൈപ്പോകോട്ടൈൽ ആൻഡ് സസ്പെൻസർ, ഇത്രയും ഭാഗങ്ങൾ മിഡിൽ സെല്ലിൽ നിന്നും ഫോം ചെയ്യുന്നു. ഇനി ഈ ഒരു സ്ട്രക്ചറിൽ വീണ്ടും സെൽ ഡിവിഷൻസ് നടക്കുക. വീണ്ടും ഡിവിഷൻ നടന്നിട്ട് ഇങ്ങനെ ഒരു സ്ട്രക്ചർ ഫോം ചെയ്യും. ഓക്കെ, ഈ കാണിച്ചിട്ടുള്ള ഭാഗത്തെ എന്ത് പറയാം? ബേസൽ സെൽ എന്ന് പറയാം. ഇതാണ് കോട്ലിഡൻ. ഓക്കെ, അതായത് ടെർമിനൽ സെല്ല് അതിൽ ഡിവിഷൻ നടന്നിട്ട് ഒരു ഒറ്റ കോട്ലിഡൻ ഫോം ചെയ്തിട്ടുണ്ട്. കോട്ലിഡൻ, കോട്ലിഡനെ പറയുന്ന മറ്റൊരു പേരാണ് സ്ക്യൂട്ടല്ലം. മോണോകോട്ടിൽ പറയുമ്പോൾ സ്ക്യൂട്ടല്ലം എന്ന് പറയും. ഓക്കെ, ദെൻ ഇവിടെയുള്ള മിഡിൽ സെൽ എന്ന് പറയുന്ന ഭാഗം അത് ഡിവൈഡ് ചെയ്ത് ഇങ്ങനെ കുറച്ച് സ്ട്രക്ചേഴ്സ് ഇവിടെ ഫോം ചെയ്തിട്ടുണ്ട്. ഈ ഒരു പോർഷനെ എന്ത് പറയും? റാഡിക്കിൾ എന്ന് പറയും. ഇവിടെ എഴുതിയിട്ടുണ്ട് റാഡിക്കിൾ. ഈ ഒരു പോർഷനെ റാഡിക്കിൾ എന്ന് പറയും. മുകളിലുള്ള ഈ ഒരു പോർഷനെ എന്ത് പറയും? പ്ലൂമ്യൂൾ എന്ന് പറയും. ഓക്കെ, പ്ലൂമ്യൂളിനെ കവർ ചെയ്തുകൊണ്ട് കാണുന്ന ഈ ഒരു സ്ട്രക്ചറിനെ കോളിയോപ്റ്റൈൽ എന്ന് പറയും. ഫസ്റ്റ് ഇയറിൽ പഠിച്ചിട്ടുണ്ടായിരിക്കും. കോളിയോപ്റ്റൈൽ എന്ന് പറയും. അതുപോലെ തന്നെ റാഡിക്കലിന് കവർ ചെയ്ത് കാണുന്ന ഈ ഒരു പോർഷനെ കോളിയോറൈസ എന്ന് പറയും. ഓക്കെ, കോളിയോറൈസ. ദെൻ ഈ ഒരു ഭാഗത്തായിട്ട് കുറച്ച് സെൽസ്, ഇവിടെ കുറച്ച് സെൽസ്, മാസ് ഓഫ് സെൽസ് ഉണ്ടായിരിക്കും. അതാണ് സസ്പെൻസർ. നമ്മൾ ഡൈക്കോട്ടിൽ പറഞ്ഞപ്പോൾ കുറച്ച് നീളമുള്ള സസ്പെൻസർ ആയിരുന്നു. എന്നാൽ ഇവിടെ മോണോകോട്ടിൽ വളരെ ചെറിയ ഒരു സസ്പെൻസർ ആണ് കാണുന്നത്. അപ്പോൾ ഇവിടെ ഒന്ന് ശ്രദ്ധിക്കുക. ഈ കോട്ലിഡൻ എന്ന് പറയുമ്പോൾ ഒരു കോട്ലിഡൻ അല്ലേ ഉള്ളൂ മോണോകോട്ടിന്. ആ ഒരു കോട്ലിഡൻ ഇവിടെ ജോയിൻ ചെയ്യുന്ന ഈ ഒരു പോർഷൻ ഉണ്ട്. അതിന് പറയുന്ന പേരാണ് കോട്ടിലിഡനറി നോഡ്. ഓക്കെ, കോട്ടിലിഡനറി നോഡ്. അതായത് ഈ ഒരു റാഡിക്കലിന്റെയും പ്ലൂമ്യൂളിന്റെയും ഇടയിലായിട്ട് കാണുന്ന ഈ ഒരു പോർഷനെയാണ് കോട്ടിലിഡനറി നോഡ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഭാഗം നമുക്കൊന്ന് മാറ്റി വരച്ച് നോക്കാം. സോ നമ്മൾ ആ ഒരു പോർഷൻ ഒന്ന് മാറ്റി വരച്ചിരിക്കുകയാണ് ഇവിടെ. ഈ കാണിച്ചിട്ടുള്ളതാണ് കോട്ലിഡൻ അഥവാ സ്ക്യൂട്ടല്ലം. ഓക്കെ, ദെൻ ഇവിടെയാണ് എംബ്രിയോണൽ ആക്സിസ്. ഓക്കെ, അതിന് ഇതാണ് പ്ലൂമ്യൂൾ എന്ന് പറയുന്ന പോർഷൻ. ദെൻ ഇതാണ് റാഡിക്കൽ എന്ന് പറയുന്ന പോർഷൻ. ഓക്കെ, പ്ലൂമ്യൂൾ ഈസ് കവേർഡ് ബൈ കോളിയോപ്റ്റൈൽ.
plumule is covered by coleoptile. And radicle, it is covered by coleorhiza. ഈ എൻഡിൽ കാണുന്നതാണ് കോളിയോറൈസ. ഇനി നമുക്ക് ഈ ഒരു സ്ട്രക്ചർ ഏത് രീതിയിലാണ് ഒരു മോണോകോട്ട് സീഡിനകത്ത് കാണുന്നത് എന്ന് നോക്കാം. അതായത് മെയ്സ്, ചോളം, അതൊരു മോണോകോട്ട് സീഡാണ്. അതിനകത്ത് എങ്ങനെയാണ് ഈ ഒരു സ്ട്രക്ചർ കാണുന്നത് എന്ന് നോക്കാം. അപ്പോൾ ശ്രദ്ധിക്കാം, ഇതാണ് എംബ്രിയോണൽ ആക്സിസ്. ഇതിനോട് അറ്റാച്ച് ചെയ്തിട്ട് കോട്ടിലിഡൺ പ്രസന്റ് ആണ്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ഇതൊരു മോണോകോട്ട് സീഡിൽ കാണുന്നത് നോക്കാം. ഫോർ എക്സാമ്പിൾ, ഇൻ ദ കേസ് ഓഫ് മെയ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചോളമാണ്. ഓക്കെ, ആ ഒരു മോണോകോട്ട് സീഡിൽ ഏത് രീതിയിലാണ് ഈ ഒരു സ്ട്രക്ചർ, അതായത് ഈ ഒരു എംബ്രിയോണൽ ആക്സിസും ദെൻ കോട്ടിലിഡനും കാണുന്നത് എന്ന് നോക്കാം. ഓക്കെ, ഇവിടെ ഒരു സീഡ് വരച്ചിട്ടുണ്ട്. ഒരു മോണോകോട്ട് സീഡായിട്ടുള്ള മെയ്സിന്റെ സീഡാണ് ഇവിടെ വരച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സീഡിൽ ഏറ്റവും കൂടുതലായിട്ട് കാണുന്ന ഭാഗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻഡോസ്പേം ടിഷ്യൂ ആണ്. ഓക്കെ, കൂടുതലായിട്ട് കാണുന്നത് എൻഡോസ്പേം ടിഷ്യൂ ആണ്. എൻഡോസ്പേം ടിഷ്യൂവിനെ കവർ ചെയ്തുകൊണ്ട് ഒരു പ്രോട്ടീൻ ലെയർ ഉണ്ട്. അതിനെ പറയുന്ന പേരാണ് എല്യൂറോൺ ലെയർ. ഓക്കെ, എല്യൂറോൺ ലെയർ എന്ന് പറയും. ദെൻ ഈ ഒരു സീഡിന്റെ ബേസ് റീജിയനിലായിട്ട് ആണ് ആര് കാണുന്നത്, ഈ ഒരു സ്ട്രക്ചർ കാണുന്നത്. ഈ സ്ട്രക്ചറിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, എംബ്രിയോണൽ ആക്സിസ് ഉണ്ട്, കോട്ടിലിഡനും ഉണ്ട്. ഓക്കെ, എംബ്രിയോണൽ ആക്സിസിൽ ഈ ഒരു റാഡിക്കിൾ ഇറ്റ് ഈസ് covered by coleorhiza and plumule is covered by coleoptile. Okay, then ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് ഈ ഒരു കോട്ടിലിഡന്റെ ഫങ്ഷൻ. കോട്ടിലിഡൻ ആണ് ഈ ഒരു എൻഡോസ്പേമിൽ നിന്നും ന്യൂട്രിയൻസ് അബ്സോർബ് ചെയ്തിട്ട് ആർക്ക് കൊടുക്കുന്നത്, ഡെവലപ്പിംഗ് എംബ്രിയോയ്ക്ക് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഇവിടെ മോണോകോട്ട് എംബ്രിയോയിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് മോണോകോട്ട് എംബ്രിയോ അതുപോലെ തന്നെ ഡൈക്കോട്ട് എംബ്രിയോയുടെ ഡെവലപ്മെന്റൽ സ്റ്റേജസ് ആണ്. ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ക്ലാസ് യൂസ്ഫുൾ ആയെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് മാക്സിമം ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഓൾ ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.